നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഇതാ ബയേൺ മ്യൂണിക്കിനെ നേരിടാൻ പോവുകയാണ് റയൽ മാഡ്രിഡ്. സാന്റിയാഗോ ബെർണാബോയിൽ തീവാറുമെന്ന കാര്യം ഉറപ്പാണ്. ആദ്യ പാദത്തിൽ അലിയൻസ് അരീനയിൽ 2-2 സമനിലയായിരുന്നു. പക്ഷേ ഇപ്പോൾ റയല് വലിയ സന്തോഷത്തിലാണ്, ആവേശത്തിലാണ്. കാരണം അവർ ലാലിഗയിൽ കിരീടം ചൂടിയിരിക്കുന്നു. അതേസമയം ബുണ്ടസ് ലീഗയിൽ അത്ര നല്ല രൂപത്തിലല്ല ബയേണിൻ്റെ പോക്ക്. കിരീടം കൈവിട്ടു എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ അവർ പരാജയം രുചിച്ചിട്ടാണ് വരുന്നത്. രണ്ട് ടീമും വ്യത്യസ്തമായ രൂപത്തിലാണ് ഡൊമസ്റ്റിക് ഫുട്ബോളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം, ഡൊമസ്റ്റിക് ലീഗുകളിൽ കളിക്കുന്നത്. പക്ഷെ ഇത് ചാമ്പ്യൻസ് ലീഗാണ്, വ്യത്യസ്തമായിട്ടുള്ള പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും റയലിൻ്റെ വല്ലാത്തൊരു കുതിപ്പ് കണ്ട സീസണാണിത്. അപ്പോൾ നമ്മൾ അവരുടെ ചില സ്റ്റാറ്റിസ്റ്റിക്സുകളൊന്നും പരിശോധിക്കുകയാണ്. റയലിന് വേണ്ടി ഈ സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയത് അത് ജൂഡ് ബെല്ലിംഗാമാണ്. ഏറ്റവും അധികം അസിസ്റ്റുകൾ വിനി ജൂനിയറിൻ്റെ പേരിലാണ്. ഏറ്റവും അധികം പാസുകൾ ക്രൂസാണ്. ഏറ്റവും അധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് ക്രൂസാണ്. ഫൈനൽ തേർഡിൽ ഏറ്റവും അധികം പാസുകൾ ക്രൂസിൻ്റെ പേരിലാണ്. ഏറ്റവും അധികം പ്രോഗ്രസീവ് പാസുകൾ കൊടുത്തത് ക്രൂസാണ്. അപ്പോൾ ക്രൂസിൻ്റെ ഒരു മാസ്മരിക പ്രകടനം നമ്മൾ കാണുന്നു. മധ്യനിരയിൽ അദ്ദേഹം കളി മെനയുന്ന സുന്ദരമായ കാഴ്ച പലതവണ നമ്മൾ കണ്ടു. കഴിഞ്ഞ ബയേൺ മ്യൂണിക്കിനെതിരെയുള്ള കളിയിലും കണ്ടു. ഇനി മോസ്റ്റ് ടാക്കിളുകൾ കമവിംഗയാണ്, മോസ്റ്റ് ബ്ലോക്കുകൾ ബെല്ലിംഗാമാണ്, മോസ്റ്റ് ഇന്റർസെപ്ഷൻസ് വാൽവർദയാണ്, മോസ്റ്റ് ക്ലിയറൻസുകൾ റൂഡിഗറാണ്, മോസ്റ്റ് ടേക്ക് ഓൺസ് വിനി ജൂനിയറാണ്, മോസ്റ്റ് പ്രോഗ്രസീവ് ക്യാരീസ് റോഡ്രിഗോയാണ്. അങ്ങനെ വ്യത്യസ്ത താരങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ മിന്നിക്കത്തി ഒരു ടീമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. ഇന്നത്തെ ദിവസം അവർക്ക് ബയേണിനെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.